2025 മാർച്ച് 11 കേരള PSC നടത്തിയിരിക്കുന്ന ക്ലർക്ക് ലെവൽ പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന മാത്സിലെ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. 2025 നടത്തിയ ഈ ഒരു പരീക്ഷയിലെ ചോദ്യങ്ങൾ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകളിലൊക്കെ തന്നെ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലുള്ള മാത്സിലെ ചോദ്യങ്ങളാണ് ഈ അടുത്തൊക്കെ ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. തന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, ഒരാൾ 3000 രൂപ 12% നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു ചോദ്യം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇതിൽ കൂട്ടുപലിശയാണോ സാധാരണ പലിശയാണോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നില്ല എങ്കിൽ നമുക്ക് ഇതൊരു സാധാരണ പലിശയായിട്ട് എടുത്തുകൊണ്ട് ഈ ഒരു ചോദ്യം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. സാധാരണ പലിശയിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് I = PNR / 100 എന്ന് പറയുന്ന സൂത്രവാക്യമാണ്. I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിട്ടുന്ന പലിശയാണ്, P എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയാണ്, N എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണോ നിക്ഷേപിക്കുന്ന ആ വർഷമാണ്, R എന്ന് പറഞ്ഞാൽ എത്രയാണോ പലിശ നിരക്ക് ആ പലിശ നിരക്കാണ്. നമ്മുടെ ചോദ്യത്തിൽ P-യുടെ സ്ഥാനത്ത് 3000 എന്നാണ് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് P-യുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 വർഷമാണ് നിക്ഷേപിക്കുന്നത്, N-ന്റെ സ്ഥാനത്ത് നമുക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പലിശ എന്ന് പറയുന്ന 12% എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് R-ന്റെ സ്ഥാനത്ത് 12 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് 2 വർഷം കഴിയുമ്പോഴുള്ള പലിശ എന്ന് പറയുന്നത്. 3000 × 2 × 12/100 ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. ഈ 2 പൂജ്യവും 3000-ൽ 2 പൂജ്യവും വെട്ടുന്നു. 30 × 20 നമുക്ക് 30 × 2 നമുക്ക് 60 എന്ന് കിട്ടുന്നു. 60 × 12, അപ്പൊ നമ്മൾ 60 × 10 ചെയ്യുമ്പോൾ 600, 60 × 2 ചെയ്യുമ്പോൾ 120, 600 + 120 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 720 എന്ന് കിട്ടും. അപ്പൊ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങളുടെ രീതി ചെയ്യാം. ഞാൻ എൻ്റെ എളുപ്പമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ 720 കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കൃത്യമായിട്ട് ഓപ്ഷൻ ബിയിൽ 720 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 720 കിട്ടുന്നു. ഓപ്ഷൻ ബിയിലേക്ക് നോക്കുമ്പോൾ 720 എന്ന് കാണുന്നു. ചിലരെങ്കിലും പോയിട്ട് കറപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എത്ര എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ പലിശയാണ്. തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പലിശയും അദ്ദേഹം നിക്ഷേപിച്ച തുകയും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അവസാനം അദ്ദേഹത്തിന് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ആദ്യം നിക്ഷേപിച്ചത് 3000 രൂപയാണ്. അതിനോട് ഈ 720 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 3720 രൂപയാണ് അദ്ദേഹത്തിന് 2 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ഉത്തരം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമ്മൾ നിത്യേന ചെയ്യുന്ന ഒരു ചോദ്യമാണ്, അതായത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ തെറ്റാനുള്ള സാധ്യത, നമ്മുടെ അബദ്ധവശാൽ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ചോദ്യം കൂടിയാണ്. കാരണം ഓപ്ഷൻ ബിയിൽ അവിടെ 720 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പരീക്ഷാ ഹാളിൽ ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്തു, ഓപ്ഷൻ ബി പോയിട്ട് നമ്മൾ കറപ്പിച്ചു, പിന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് അയ്യോ തെറ്റിപ്പോയല്ലോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മുടെ മനസ്സങ്ങ് പോയി. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു ചോദ്യമാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഈ ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 1:2 ആണ് എങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗോളമാണ് തന്നിരിക്കുന്നത്. ഗോളത്തിന്റെ ആരങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗോളത്തിന്റെ ആരം R1 ആയിട്ടും മറ്റൊരു ഗോളത്തിന്റെ ആരം R2 ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്ര എന്നാണ്. നമുക്കറിയാം അർദ്ധഗോളമാണ് തന്നിരിക്കുന്നത്. സാധാരണ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുമ്പോൾ 4πr² ആണ്. അർദ്ധഗോളം ആയിട്ട് വരുമ്പോൾ അത് 3πr² എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നാമത്തെ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 3πr² ആണ്. അടുത്ത ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 3πr² ആയിരിക്കുമല്ലോ. ഇത് തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 3πയും 3πയും വെട്ടിപ്പോകും. പിന്നെ ഉള്ളത് R1² R2² അതായത്
നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും, ഉത്തരം കിട്ടുമെന്ന്. അതായത് നമ്മുടെ ചോദ്യത്തിൽ റേഡിയസിന്റെ അല്ലെങ്കിൽ ആരത്തിന്റെ റേഷ്യോ ആണ് തരുന്നതെങ്കിൽ നമ്മോട് ചോദിക്കുന്നത് അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന റേഷ്യോയുടെ സ്ക്വയർ എടുത്താൽ മതി. അതായത് ഇവിടെ ഇപ്പോൾ 1ന്റെ സ്ക്വയർ എടുത്താൽ 1 കിട്ടുക, 2ന്റെ സ്ക്വയർ എടുത്താൽ 2 സ്ക്വയർ നമുക്ക് 4 എന്നാണ് കിട്ടുക. അതായത് 1:4 എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നാളെ ഒരു പരീക്ഷയ്ക്ക് ഇതേ ചോദ്യം വീണ്ടും ചോദിച്ചാൽ നിങ്ങൾ എന്തുമാത്രം ചെയ്താൽ മതി, തന്നിരിക്കുന്ന റേഷ്യോയുടെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഉപരിതല വിസ്തീർണത്തിന്റെ അനുപാതം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം, SSLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്കുകൾ 38, 30, 25, 20, 24, 33, 27, 36, 32, 28, 24 ആയാൽ മാർക്കുകളുടെ മീഡിയൻ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊക്കെ ചിലരെങ്കിലും കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും, നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ വരുന്ന നമ്പർ ഇങ്ങോട്ട് എടുത്താൽ മതി. എങ്ങനെ മധ്യത്തിൽ വരുന്ന നമ്പർ എടുക്കും എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ഞാനൊരു എക്സാമ്പിൾ തരികയാണ്. 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു എക്സാമ്പിൾ തരികയാണ്. ഇത് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുന്ന രീതിയിലാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ മധ്യത്തിൽ വരുന്ന നമ്പറാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അതിന്റെ മീഡിയൻ ഏതാന്ന് വെച്ചാൽ 3 എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ മറ്റൊരു നമ്പർ തരാം, 2, 5, 9, 3 ഇങ്ങനെ ഒരു നമ്പർ ഞാൻ നിങ്ങൾക്ക് തരിക എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിനെ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകുന്ന രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 2 വരും, അതിനുശേഷം 3 വരും, അതിനുശേഷം 5 വരും, അതിനുശേഷം 9 വരും. ഇവിടെ നമുക്ക് മധ്യത്തിലുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇതൊരു നമ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ 2 നമ്പറുകളും കൂടി കൂട്ടുക. അതായത് ആ മധ്യത്തിലുള്ള 3ഉം 5ഉം കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന 8 അതിന്റെ പകുതി എടുക്കുക. അപ്പൊ നമുക്ക് 4 കിട്ടും. അതായത് 2593 എന്ന് പറയുന്ന ആ ഒരു സെറ്റിന്റെ മീഡിയൻ എന്ന് പറയുന്നത് 4 ഒറ്റസംഖ്യ വരികയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും, മധ്യത്തിലുള്ള നമ്പർ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മീഡിയൻ എന്ന് പറയുന്നത് ആ മധ്യത്തിലുള്ള നമ്പർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ചോദ്യം അസെൻഡിങ് ഓർഡറിൽ തന്നിരിക്കുന്ന നമ്പറിനെ അറേഞ്ച് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ തന്നിരിക്കുന്നതിൽ 20 ഞാനിവിടെ 20 ആദ്യം എഴുതി. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ 24 ഉണ്ട്. ഇപ്പൊ 2 24 ഉണ്ട്. അപ്പൊ 2 24 നമ്മൾ എഴുതണം. അതിനുശേഷം അപ്പൊ നമ്മൾ 20 എഴുതി, 24 എഴുതി, ഇതാ ഇവിടുത്തെ 24 എഴുതി. ഇനി നമ്മൾ നോക്കുമ്പോൾ 25 ഉണ്ട്. അപ്പൊ 25 നമ്മൾ എഴുതി. അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ 27, പിന്നെ ഇതാ ഇവിടെ 28 ഉണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ 30 ഉണ്ട്. 30 നമ്മൾ എഴുതി. അതിനുശേഷം നോക്കുമ്പോൾ 32 ഉണ്ട്. പിന്നെ വരുന്നത് 33 ദാ ഈ 33 എഴുതി. തുടർന്ന് 36 ഉണ്ട്, 38 ഉണ്ട്. അപ്പൊ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നതാണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 നമ്പർ ഉണ്ട്. അപ്പൊ 11 നമ്പറിന്റെ മധ്യത്തിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഇവിടെ 1, 2, 3, 4, 5, പിന്നെ ഇവിടെ 1, 2, 3, 4, 5. അതായത് 6ാമത് വരുന്ന നമ്പർ 28. അത് കിട്ടാൻ സിമ്പിൾ ആണ്. ഇവിടെ 11 നല്ല ഉള്ളത്, അതിനോട് 1 കൂട്ടിയിട്ട് by 2 ചെയ്താൽ മതി. അപ്പൊ 6ാമത്തെ നമ്പറാണ് എന്ത്, മധ്യത്തിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അങ്ങോട്ട് എണ്ണി നോക്കിയാലും മതി. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ മീഡിയൻ എന്ന് പറയുന്നത് ഏതാണ്, 28 കാര്യം ഓർത്തിരിക്കുക. ഇനി ചിലർക്കെങ്കിലും സംശയം തോന്നും, ഇങ്ങനെ 24 എന്ന് പറയുന്നത് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 2 എഴുതണോ എന്നൊരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടാകും. 2 എഴുതണം. 2 എഴുതിയ ശേഷം ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആ മീഡിയം കണ്ടുപിടിക്കണം. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഇവിടെ തീർക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് മീഡിയം കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു നമ്പറിൽ
ഈ 38-ന് ശേഷം ഒരു 40 കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ടോട്ടൽ എത്രയായിട്ട് മാറി? 12 എണ്ണമായിട്ട് മാറി. അപ്പോൾ മധ്യത്തിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഇത് 2 എണ്ണമായിട്ട് മാറില്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണമായി. അപ്പോൾ അവിടെ ആ മധ്യത്തിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 28 30 ആണ് വരിക. മധ്യത്തിലുള്ള നമ്പർ എന്ന് പറയുന്നത് ഏതാണ് വരിക? 28 30 ആണ് വരിക. അപ്പോൾ നമ്മൾ അതിന്റെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കും? 28 + 30 ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ 58 കിട്ടുന്നു. അതിന്റെ പകുതി എടുക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയാണ്? 29. അപ്പോൾ ഇവിടെ നമ്പറുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഓഡാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? മധ്യത്തിലുള്ള നമ്പർ കിട്ടും. എന്നാൽ ഈവൺ നമ്പർ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടില്ല? മധ്യത്തിലുള്ള നമ്പർ കിട്ടില്ല. അപ്പോൾ മധ്യത്തിലുള്ള 2 നമ്പർ എടുത്തിട്ട് കൂട്ടിയിട്ട് അതിന്റെ പകുതി നമ്മൾ കാണുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണേണ്ടത്? മീഡിയൻ കാണേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണ്. ഇത് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഡയറക്റ്റ് എടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷയിലും ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. പഠിക്കാനൊന്നുമില്ല, ഒരു വട്ടം ചെയ്താൽ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഈ ക്ലാസ് കണ്ട എല്ലാവർക്കും എങ്ങനെയാണ് മീഡിയം കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരിക. അടുത്തത്, ഒരു ക്ലോക്കിൽ സമയം 8:20 PM കാണിക്കുന്നു എങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതാം, അതല്ലെങ്കിൽ നമുക്ക് ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. 8 മണി എന്ന് പറയുന്ന 8:20 ആണ്. അപ്പോൾ 8-നും 4-നും നേരെയായിട്ടായിരിക്കും നമ്മുടെ സൂചി ഉണ്ടാവുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 5 6 7. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഓരോ 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അപ്പോൾ 4 × 30 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം ഈ 8 മണി 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹവർ സൂചി എന്ന് പറയുന്നത് 8-നും 9-നും ഇടയിലായിരിക്കും. 8-നും 9-നും ഇടയിലായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ചെറിയ ആംഗിളും കൂടി, ഇപ്പം ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ചെറിയ ആംഗിളും കൂടി ഈ 120-നോട് കൂട്ടിയാലാണ് നമുക്ക് കറക്റ്റ് ഉത്തരം ലഭിക്കുക. ആ ചെറിയ ആംഗിൾ കിട്ടാൻ വളരെ സിമ്പിളാണ്. 8:20 എന്ന് പറയുന്ന സമയത്തിലെ ഈ മിനിറ്റിന്റെ പകുതി എടുത്താൽ മതി. മിനിറ്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ 20/2 10 എന്ന് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 120-നോട് ആഡ് ചെയ്യുക. 130 ഡിഗ്രി എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ B ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതി ഫോളോ ചെയ്യാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 12 + 17 - 12 × 3 + 72 / 8 എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. 12 + 17 - 12 × 3 + 72 / 8 എന്നാണ് നമ്മുടെ ചോദ്യം. പോട്ട്മാസ് നിയമം കൃത്യമായി അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഉത്തരം കിട്ടത്തില്ല. പോട്ട്മാസ് എന്ന് നമ്മൾ എഴുതുമ്പോൾ, ബോട്ട്മാസ് എന്ന് നമ്മൾ എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് തന്നെ ആരംഭിക്കണം. അങ്ങനെയാണെങ്കിൽ 17 - 12 ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഈ ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 5 എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ 12 + 5 × 3 + 72 / 8 എന്ന് വന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ഡിവിഷൻ, ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഇക്വേഷനിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട ഏത് ഭാഗമാണ്? ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും നമ്മൾ ഇനി ചെയ്യണം. അപ്പോൾ നമുക്ക് 72/8 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പോർഷൻ എത്രയായിട്ട് മാറും? 9 ആയിട്ട് മാറും. അതേപോലെ 5 × 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 15 ആയിട്ട് മാറും. 12 + 15 27 ആണ്. 27-നോട് 9 കൂട്ടിയാൽ നമ്മുടെ ഫൈനൽ ആൻസർ 36 എന്നാണ് കിട്ടുക. അപ്പോൾ ബോട്ട്മാസ് നിയമം അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഒരു കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്ക് ZKLWH എന്നാണ് സൂചിപ്പിച്ചതെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെയാണ് നമുക്ക് കോഡ് ചെയ്യുക? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വൈറ്റ് എന്ന് തന്നിട്ടുണ്ട്, അതിനെ കോഡ് ചെയ്തിരിക്കുന്നത് ZKLWH എന്നാണ്. നമുക്ക് ബ്ലാക്കിനെയാണ് കോഡ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇംഗ്ലീഷ് അക്ഷരമാല എടുക്കുകയാണെങ്കിൽ W കഴിഞ്ഞിട്ട് UVWXYZ, അതായത് മൂന്നാമത്തെ ലെറ്റർ ആണ് Z എന്ന് പറയുന്നത് W കഴിഞ്ഞിട്ട്. ഇനി H കഴിഞ്ഞാൽ
HIJK. എച്ച് കഴിഞ്ഞാലുള്ള മൂന്നാമത്തെ ലെറ്ററാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ ഐ കഴിഞ്ഞാലുള്ള മൂന്നാമത്തെ ലെറ്ററാണ് എൽ എന്നും, ടി കഴിഞ്ഞാലുള്ള മൂന്നാമത്തെ ലെറ്ററാണ് ഡബ്ല്യു എന്നും, ഇ കഴിഞ്ഞാലുള്ള മൂന്നാമത്തെ ലെറ്ററാണ് എച്ച് എന്നും നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? മൂന്നാമത്തെ ലെറ്റർ, ഒരു ലെറ്റർ കഴിഞ്ഞാലുള്ള മൂന്നാമത്തെ ലെറ്ററാണ് അതിൻ്റെ സ്ഥാനത്ത് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി കഴിഞ്ഞാലുള്ള മൂന്നാമത്തെ ലെറ്ററാണ് ABCDE. അപ്പോൾ ബിക്ക് താഴെയായിട്ട് നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഏതാണ്? ഇ എന്ന് പറയുന്ന ലെറ്ററാണ്. ഓപ്ഷനിലേക്ക് പോവുക. ഇ വെച്ച് തുടങ്ങുന്ന ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, തുടർന്ന് അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? EODFN എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യത്തിൽ ആൻസർ ആയിട്ട് വരുന്നത് 59 ആണ്. അടുത്ത ചോദ്യത്തിൽ ആൻസർ ആയിട്ട് വരുന്നത് 87 ആണ്. കാരണം ബാക്കിയെല്ലാം എന്താണ്? പ്രൈം നമ്പറാണ്. 59ഉം 73ഉം 47 പ്രൈം നമ്പറാണ്. എന്നാൽ 87 എന്നല്ല, പ്രൈം നമ്പർ അല്ല. ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, ഓപ്ഷൻ എ ആണ്. 87 എന്നതാണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രാമു തന്റെ ഓഫീസിൽ നിന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. കിഴക്ക് ദിശയിൽ 40 മീറ്റർ നടന്നിരിക്കുകയാണ്. അവിടെ നിന്ന് വലത്തോട്ട് 8 മീറ്റർ നടന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഡയറക്ഷൻ ഈ ഒരു ദിശയിലാണ്. വലത്ത് ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് അദ്ദേഹം എന്താണ്? 8 മീറ്റർ കൂടി നടന്നിരിക്കുകയാണ്. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു. ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ വലതുഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പോൾ അദ്ദേഹം എത്ര നടന്നിരിക്കുന്നു? 25 മീറ്റർ നടന്നിരിക്കുന്നു. എങ്കിൽ രാമുവിന്റെ ഓഫീസിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ്? ഇതാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇവിടെ ഒന്ന് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു മട്ടത്രികോണം ലഭിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ 8 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മട്ടത്രികോണത്തിന്റെ കർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട്, കർണം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് പാദം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഇത്രയും 25 ആണ്. ടോട്ടൽ എത്ര നമുക്കറിയാം? 40 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40നോട് 25 കുറച്ചാൽ കിട്ടുന്ന 15 ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 15 സ്ക്വയർ എന്ന് വരും. പിന്നെ ഇതിന്റെ ലംബം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അത് ഓൾറെഡി നമുക്ക് കിട്ടി, 8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ 8 സ്ക്വയർ എന്ന് എഴുതാം. ഇനി 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 225 പ്ലസ് 64 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 289 എന്നാണ് കിട്ടുക. 289 എന്ന് പറഞ്ഞാൽ 17ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 289 17 എന്നാണ് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പിക്ചർ വരയ്ക്കുക. തുടർന്ന് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉത്തരത്തിലേക്ക് എത്തിച്ചേരുക. എപ്പോഴും നമ്മൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കർണം ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചോദ്യത്തിൽ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് PSC പരീക്ഷയ്ക്ക് എപ്പോഴും ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാത്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക വഴി തന്നെ ആ മാർക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തത്, ഒരു ക്യൂവിൽ ദീപ പിന്നിൽ നിന്ന് 9-മതും മുന്നിൽ നിന്ന് 7-മതുമാണെങ്കിൽ എത്ര പേർ ക്യൂവിലുണ്ട്? എത്രയോ തവണ നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു വ്യക്തി ഒരു ക്യൂവിൽ മുന്നിൽ നിന്നുള്ള ദൂരം m ആയിട്ട് എടുക്കുക. ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ ദൂരം മുന്നിൽ നിന്ന് m ആണ്, പിന്നിൽ നിന്നുള്ള ദൂരം n ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആ ക്യൂവിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ T = m+n-1 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. T = മുന്നിൽ നിന്നുള്ള ദൂരം പ്ലസ് പിന്നിൽ നിന്നുള്ള ദൂരം -1 ചെയ്യണം. കാരണം ഈ ഒരു പൊസിഷൻ നമ്മൾ 2 തവണ കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ -1 ചെയ്യാനുള്ള കാരണം. അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു ക്യൂവിൽ ദീപ പിന്നിൽ നിന്ന് 9-മത് എന്ന് പറയുന്നു, അതുപോലെ മുന്നിൽ നിന്ന് 7-മത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാലോ, രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ അവിടെ 7ഉം അതുപോലെ തന്നെ 9ഉം കൂടെ കൂട്ടുക, നമുക്കവിടെ 16 എന്ന് കിട്ടുന്നു. അതിനോട് 1 കുറയ്ക്കുക, നമുക്കവിടെ 15 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നത്. ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ T = m+n-1, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കുക, മുന്നിൽ നിന്നുള്ള ദൂരം കൂട്ടണം, പിന്നിൽ നിന്നുള്ള ദൂരം കുറയ്ക്കണം, 1 എന്ന് പറയുന്ന
ആ ഒരു രീതിയിൽ ചെയ്താൽ ടോട്ടൽ ആ ഒരു ക്യൂവിൽ എത്ര പേരുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ക്യൂ എന്ന് ചോദിച്ചു, നാളെ ചിലപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരാൾ മുന്നിൽ നിന്ന് ഇത്രാമതാണ്, പിന്നിൽ നിന്ന് ഇത്രാമതാണ്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ മുന്നിൽ നിന്നുള്ള ആ ഒരു എണ്ണം തരും, എന്നിട്ട് ടോട്ടൽ എത്ര പേരുണ്ടെന്ന് തരും. അങ്ങനെയാണെങ്കിൽ പിന്നിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ റാങ്ക് എത്രയാണ്. അങ്ങനെയെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതാണ്. ഒറ്റൊരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി ഏത് രീതിയിൽ ചോദിക്കുകയാണെങ്കിലും ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അത് കാണുന്നുണ്ടാവില്ല, ജസ്റ്റ് ഞാനിവിടെ ഒന്ന് എഴുതാം. നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 0.00036 ഇൻറ്റു 0.00064 ഡിവൈഡഡ് ബൈ 0.00006 ഇൻറ്റു 0.00008 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആ പോയിന്റ് എല്ലാം ഒഴിവാക്കി കളയാം. നമ്മൾ എന്ത് ചെയ്യുക, 36 ചെയ്യുക, 64 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 8 എന്ന് എടുക്കുക. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ 6 വെച്ച് പോകുമ്പോൾ 6 വരും, ഇവിടെ നമുക്ക് 8 വരും, 8 നമുക്ക് 48 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കൈവശമുള്ളത് 48 ആണ്. ഇത് നമ്മൾ നോക്കേണ്ടത് ന്യൂമറേറ്ററിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകളുണ്ട്, ഡിനോമിനേറ്ററിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുകളുണ്ടെന്ന് നോക്കാം. ഇവിടെ 0.00036 അവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് 5 ഡിജിറ്റ് ആണുള്ളത്. അതിനുശേഷം 0.00064 0.00064 ആണ്, 00064 ആണ്. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്, അവിടെ വരുന്നത് 6 ഡിജിറ്റ് ആണ്. അപ്പോൾ ഈ ഡിജിറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, 11 ഡിജിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പോയിന്റ് കഴിഞ്ഞിട്ട് ന്യൂമറേറ്ററിൽ എത്ര ഡിജിറ്റുകളുണ്ട്, 11 ഡിജിറ്റുകളാണ് ഉള്ളത്. അപ്പോൾ 11 ഡിജിറ്റ് ആണ് ന്യൂമറേറ്ററിൽ ഉള്ളത്. ഇനി ഡിനോമിനേറ്ററിലേക്ക് വരിക, നോക്കുക 0.0000006 ആണ്. അപ്പോൾ അവിടെ 7 ഡിജിറ്റ് ആണ് വരുന്നത്. പ്ലസ് അടുത്തല്ലോ 0.00008 ആണ്. അപ്പോൾ എത്ര എണ്ണം വരുന്നുണ്ട്, 5 ഡിജിറ്റ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴോ 12 ഡിജിറ്റ് ആണ് ഉള്ളത്. ഇപ്പോൾ എന്തെല്ലാം മനസ്സിലാക്കി, ന്യൂമറേറ്ററിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 11 ഡിജിറ്റ്, ഡിനോമിനേറ്ററിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 12 ഡിജിറ്റ്. ഇത് നമ്മൾ ഇങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ -1 എന്നല്ല കിട്ടിയ, 11 - 12 ചെയ്താൽ -1. അതിനർത്ഥം ന്യൂമറേറ്ററിൽ ഒരു ഡിജിറ്റിന്റെ എന്തുണ്ട്, കുറവുണ്ട്. ഒരു ഡിജിറ്റിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണോ കുറവുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 വെച്ചിട്ട് ഗുണിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ന്യൂമറേറ്ററിലല്ലേ നമുക്ക് കുറവ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിനെ 10 വെച്ചിട്ട് ഗുണിക്കുക. അതായത് കിട്ടിയ ഉത്തരത്തെ 10 വെച്ചിട്ട് ഗുണിക്കുക. അതായത് 480 എന്നതാണ് ഫൈനൽ ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന 10 ചോദ്യങ്ങൾ നമ്മളിവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരാൻ പോകുന്ന പരീക്ഷയിലും ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ കുറച്ചു പേർക്കെങ്കിലും തന്നിരിക്കുന്ന 9 ചോദ്യങ്ങളും അറിയാമായിരിക്കും. എന്നാൽ ആ മീഡിയന്റെ ചോദ്യം ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മുടെ SCRT-യിലൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിൽ അത് ചെയ്താൽ സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. 10 ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് വൈ മെയിൻ എക്സാം, അതുപോലെ തന്നെ നമ്മുടെ ലാബസിസ്റ്റിന്റെ മെയിൻ എക്സാം, മറ്റ് പരീക്ഷകൾ ഒക്കെ തന്നെ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വഴി മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുന്നു. അതിലൂടെ മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത്. അതിൽ ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസിലെ 8ാമത്തെ ക്ലാസ്സാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ക്ലാസ്സുകൾ നമ്മൾ മാത്സുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ചോദ്യപേപ്പർ നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റിൽ ഇത് ഓൺലൈനായിട്ട് നടത്തിയ ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ചോദ്യപേപ്പർ അതിൻ്റെ കീ നൽകുന്ന ആ ഒരു ലിങ്കിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യപേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഫൈനൽ കീ ലഭിക്കുന്നതാണ്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 11-ാം തീയതിയാണ് ഈ ഒരു വർഷം. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഇതിലുള്ള ബാക്കി ചോദ്യങ്ങളും, അതായത് GK എന്ന് പറയുന്ന ഭാഗത്തൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ വേറൊരു ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എങ്കിൽ പോലും ഈ ഒരു ചോദ്യപേപ്പർ എടുത്തിട്ട് ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പല ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യപേപ്പർ നിർബന്ധമായിട്ട് നോക്കിയിട്ട് വേണം വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 11-ാം തീയതി. ക്ലർക്ക് ലെവൽ എക്സാം ആണ്, ഓൺലൈനായിട്ട് നടത്തിയ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഫൈനൽ കീ, അതായത് കീ നൽകുന്ന ആ ഒരു ലിങ്കിലൂടെ വേണം ഈ പറയുന്ന എക്സാം പേപ്പർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ അടുത്തൊരു ക്ലാസ് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.